നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSSPU ചാഴൂർ യൂണിറ്റ് അനുമോദന സദസ്സ് നടത്തി. അന്തിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചു. അന്തിക്കാട് ബ്ലോക്കിൽ രാത്രികാലങ്ങളിൽ മൃഗചികിത്സാ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്ന സംവിധാനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാഴൂർ യൂണിറ്റ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കുറുമ്പിലാവ് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ നടന്ന അനുമോദന സദസ്സ് KSSPU സ്റ്റേറ്റ് കൗൺസിൽ അംഗം EV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതലായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾ കുട്ടികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് 100% A+ വാങ്ങുക, 100% വിജയം മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് അത്ര നിസ്സാരമായി നാം കാണുന്നില്ല. അതുപോലെ എനിക്ക് പറയാനുള്ളത് ഇത് തുടർന്നു പോകണം. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ മകൾക്ക് അതുപോലെ ഫുൾ A+ കിട്ടി 2010. പക്ഷെ +2 വന്നപ്പോൾ 86% കുറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാവുന്നത് കണ്ടിന്യൂ ചെയ്യണം. അത് ഇത് കിട്ടി, ഇത് നമ്മൾ ആദരിക്കുന്നതിന്, നിങ്ങളെ അനുമോദിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിതൊരു പ്രചോദനമായി. ഞങ്ങൾ വയസ്സന്മാരായ ആൾക്കാരാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മാഷ് പറഞ്ഞു, അതായത് ആദ്യത്തെ നിങ്ങളുടെ അനുമോദനം ഞങ്ങൾ വയസ്സന്മാരിൽ നിന്ന് തുടങ്ങട്ടെ. ചാഴൂർ യൂണിറ്റ് പ്രസിഡന്റ് NI ഗോപി അധ്യക്ഷനായി. ചടങ്ങിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അന്തിക്കാട് ബ്ലോക്ക് അംഗം കൂടിയായ AP ജോസ് മാസ്റ്ററെ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാധാമണി ടീച്ചർ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KR പുഷ്പവല്ലി ടീച്ചർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VA ഇസ്മയിൽ മാസ്റ്റർ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി MP കുമാരി, യൂണിറ്റ് മുൻ ട്രഷറർമാരായ KK സെയ്തു, TK ഷൺമുഖൻ, രക്ഷാധികാരി ചാക്കൂരു മാസ്റ്റർ, യൂണിറ്റ് സെക്രട്ടറി TC സുബ്രഹ്മണ്യൻ മാസ്റ്റർ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി IN സുധീർ എന്നിവർ സംസാരിച്ചു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലജന്യ രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. നാട്ടിക ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ AI മുഹമ്മദ് മുജീബ്, ഫസീല BV, S അഞ്ജു സുരേന്ദ്രൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അതല്ല നീ വന്നത്, എന്നാൽ ഇപ്പോൾ നിനക്ക് വിദ്യ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ചൊടിയായിട്ട്. അപ്പോൾ അവൻ വിശ്വസിച്ചു. കാരണം എന്താ അവന് വിദ്യ കിട്ടിയല്ലോ, വിദ്യ നേടാനാണല്ലോ വന്നത്. ഇന്നത്തെ പോലെ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് അങ്ങനെ സർട്ടിഫിക്കറ്റും ജയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വിദ്യ കിട്ടിയെന്ന് ആൾ മനസ്സിലായി. അപ്പോൾ ഗുരുവിനെ അറിയാം കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊക്കെ ഈ വിദ്യ കിട്ടും. കാരണം എന്താ, ഇത് പകരുന്ന അസുഖമാണ്, പകർച്ചവ്യാധിയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത ആൾക്ക് വിദ്യ കിട്ടും. എന്തായാലും ഇങ്ങനെ കിട്ടുക, ചൊടി വരും. അപ്പോൾ ക്രമേണ ആ സമൂഹത്തിലുള്ള അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാനുള്ള വിദ്യ കിട്ടാനുള്ള യോഗം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു ഉണ്ടായത്. ഇന്നത്തെ ഇതങ്ങനെയല്ല. ഇന്ന് നമ്മൾ എല്ലാവരും കൃത്യമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും അവരവരുടേതായ ആരോഗ്യ സംരക്ഷണത്തിനുള്ള കൃത്യമായ തലങ്ങളുണ്ട്, അതിനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞു, ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയൊരു സാധനം. പ്രിൻസിപ്പാൾ ജയാബിനി GSP, പ്രധാനാധ്യാപിക മിനിജ R വിജയൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, EB ഷൈജ, NSS ലീഡർമാരായ ജന ഫാത്തിമ, റയാൻ ഫൈസൽ എന്നിവർ സംസാരിച്ചു. ക്ഷീരകർഷകർക്കും മൃഗസ്നേഹികൾക്കും ഇനി ആശ്വസിക്കാം. അന്തിക്കാട് ബ്ലോക്കിൽ രാത്രികാലങ്ങളിൽ മൃഗചികിത്സാ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്ന സംവിധാനത്തിന് തുടക്കമായി.
മൊബൈൽ വെറ്റിനറി യൂണിറ്റ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മാത്രമാണ് ഈ മൃഗസംരക്ഷണത്തിന്റെ വകുപ്പ് ജീവിതവകുപ്പായി തീരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു മാറ്റം ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പഠിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇതൊക്കെ സംസാരിക്കുന്ന അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ ഉണ്ടാകുന്ന രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും അപകടസ്ഥിതി ഉണ്ടായാൽ നമ്മുടെ സൊസൈറ്റി ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമ്മുടെ അന്ത്യക്കാട് പാർട്ടി സൊസൈറ്റി ചർച്ച ചെയ്തൊരു വിഷയമാണ്. മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആവശ്യം അപകടസ്ഥിതി ഉണ്ടാകാൻ പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള നടപടികൾ എന്ത് സ്വീകരിക്കണം. അപ്പോഴാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പകൽ 6 മണി മുതൽ വൈകിട്ട് പുലർച്ചെ 5 മണി വരെ നമ്മുടെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാകാൻ സർക്കാർ ഇതിന്റെ ഓർഡറുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അത് പ്രകാരമായി വഹിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഓർഡറായിട്ട് പറയുന്നുണ്ട്. ഒരു ഡോക്ടർ ശമ്പളത്തിലാണ്, പിന്നെ ഡോക്ടർ മാത്രമല്ല ഡയോർക്കം അറ്റൻഡറായിട്ട് വരുന്ന ഒരു എത്ര ശമ്പളമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ ചെറിയ വിഷമങ്ങളുണ്ടായി. പിന്നെ ഇത്ര രൂപ ഇന്ന പരിപാടി പോയി വന്നാൽ ഇത്ര രൂപ ഫീസ് അടയ്ക്കണം. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു പദ്ധതി വിശദീകരണം നടത്തി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജനപ്രതിനിധികളായ VN സുർജിത്ത്, PS സുജിത്ത്, മേനക മധു, PA ഷഫീർ, CK കൃഷ്ണകുമാർ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ A രഞ്ജിനി, AV ശ്രീവത്സൻ, KB രാജീവ്, ഉസ്മാൻ എടയാടി എന്നിവർ സംസാരിച്ചു. 1962 എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ സേവനം കർഷകരുടെ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നത്. രാത്രി 6 മുതൽ രാവിലെ 5 വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം. കയ്പമംഗലം 12 വാർഡിലെ സേവന അംഗനവാടിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന അംഗനവാടി പ്രവർത്തക TS നീനയ്ക്ക് വെൽഫെയർ കമ്മിറ്റി യാത്രയപ്പ് നൽകി. യോഗത്തിൽ വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ TC ചന്ദ്രൻ, VK രാമനാഥൻ, മുജീബ് റഹ്മാൻ, CK ഹുസൈൻ, ഉണ്ണികൃഷ്ണൻ മക്കനായി പറമ്പിൽ, ഭാസ്കരൻ മന്ത്രയിൽ, പത്മി ജയൻ, രാധ കളപ്പറമ്പത്ത്, മിനി ദേവാനന്ദൻ, ഷീജ ഉണ്ണികൃഷ്ണൻ, പുതിയ അംഗനവാടി വർക്കർ KM ഷെറീന എന്നിവർ സംസാരിച്ചു. ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വരുന്ന ആൾക്കാർക്ക് പിന്നീട് അറിയില്ല. അപ്പം പഴയ കാര്യങ്ങൾക്കും ഇതിനു വേണ്ടി ഓടി നടന്നവരാണ് 2-3 പേര്. നമ്മുടെ നാച്ചേട്ടൻ, ചന്ദ്രേട്ടൻ, മുജീബ്, പിന്നെ അതിലുള്ളവരൊന്നും ഞങ്ങളുണ്ടല്ലോ, പിന്നെ ടീച്ചർ പിന്നെ ഇതിലുണ്ടല്ലോ. അങ്ങനെയാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഇതിലുണ്ടായത്. പക്ഷെ കഴിഞ്ഞ നമ്മുടെ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നമ്മുടെ വേണ്ടി നമ്മുടെ അംഗനവാടി ടീച്ചർ ഒരു ആദരവ് തന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഒത്തുചേരാൻ നിങ്ങളോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടി. നമ്മൾ സ്വയം അറിഞ്ഞിട്ടില്ല. എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഒരു മൊമെൻ്റോ ടീച്ചറെ വക വന്നതിന് ശേഷം ഇവിടെ ബിൽഡിങ് കെട്ടിയതിന് ശേഷം തേക്കാണ്ട് കിടന്നിരുന്ന ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ.
Manappuram Geeta Ravi Public School. The joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിൽ സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ മുഖേന നിർമ്മാണം പൂർത്തീകരിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചു. എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ നിർവഹിച്ചു. നല്ല രീതിയിൽ തന്നെ നമ്മളിത് വെച്ച് കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഉള്ള സ്റ്റാഫുകൾ നന്നായി ശ്രദ്ധിക്കണം. എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് ഒരു തരി പ്ലാസ്റ്റിക്കൊന്നും അതിലിടാൻ പാടില്ല. ജൈവ വേസ്റ്റുകളാണ് ഇടാൻ പാടുള്ളത്. ഇതിനൊക്കെ ഇട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മളിത് വെച്ചതിൻ്റെ ഒരു ഉപകാരം ഉണ്ടാവണമെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത് അധ്യക്ഷനായി. ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സെന്റിൽ മാത്യു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷെഫീർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രാജേഷ്, വാർഡ് മെമ്പർമാരായ രഞ്ജിത്ത് കുമാർ, അനിത ശശി, പ്രദീപ്, ലീന മനോജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ രശ്മി, സീനിയർ നഴ്സിംഗ് ഓഫീസർ സോഫി ജോൺ എന്നിവർ സംസാരിച്ചു. എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനിലെ ഉദ്യോഗസ്ഥരായ പൃഥ്വി ബാലൻ, MK സുമേഷ് എന്നിവർ ക്ലാസ് എടുത്തു. 4 പതിറ്റാണ്ടായി കുടിവെള്ള ശുചിത്വ ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിൻ്റെ അക്രഡിറ്റേഷനോട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ. ആ ബോർഡിൽ കാണാം SEF എഴുതിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്ത തൃശ്ശൂർ ഞങ്ങളുടെ റീജിയണൽ ഓഫീസിൻ്റെ കീഴിലാണ്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമ്മളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നു. നമുക്ക് തൊട്ടടുത്ത് തന്നെ മുല്ലശ്ശേരി ബ്ലോക്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഇതുപോലെയുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിയുണ്ടായി.
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2 ലക്ഷം രൂപ വിനിയോഗിച്ച് 56 ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. വാർഡ് മെമ്പർമാരായ വിനയ പ്രസാദ്, സുമന ജോഷി, നിർവഹണ ഉദ്യോഗസ്ഥ ICDS സൂപ്പർവൈസർ സിനി KS എന്നിവർ സംസാരിച്ചു. അംഗൻവാടി അധ്യാപകർ വിതരണത്തിന് നേതൃത്വം നൽകി. എന്താണ് മുതിർന്ന പൗരന്മാരെന്നാണ് ഞങ്ങൾ പറയുന്നത്. മുതിർന്ന പൗരന്മാർ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഗുണപരമായി ആളുകൾക്ക് സേവനം ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. പല രീതിയിൽ ഒരു കുടുംബത്തെ നോക്കുക എന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. 60 വയസ്സായി എന്നതുകൊണ്ട് മാത്രം കട്ടിലിന് അപേക്ഷിച്ചവരാണ്. ആണെങ്കിൽ ഇതിൽ കിടപ്പ് രോഗികളുണ്ടോ? ഇല്ല. ഇന്ന് ചെന്നിട്ട് ആ കട്ടിലിൽ സുഖമായിട്ട് കെടുക്കണം എന്നുള്ളതാണല്ലോ അല്ലേ? അല്ലാണ്ട് ഇവിടെ ഒരാളും കിടപ്പ് രോഗികളില്ല. വീട്ടിൽ ചിലപ്പോൾ കിടപ്പ് രോഗികൾ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ കട്ടിൽ നൽകുന്നത് ഈ പറയുന്ന വയോജനങ്ങൾക്ക് കട്ടിൽ എന്നുള്ള പദ്ധതി പ്രകാരമാണ്. 38 വർഷമായി തൃപ്രയാറിനെ പൊന്നണിയിച്ചുകൊണ്ടിരിക്കുന്ന മുകളിന്റെ നവീകരിച്ച ഷോറൂം വൈമാളിന് തെക്കുവശത്തായി പ്രവർത്തനം ആരംഭിച്ചു. മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ PA അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 38 വർഷമായി തൃപ്രയാറിൽ വന്ന് ഞാൻ ഒരു ചെറിയ ജ്വല്ലറി തുടങ്ങിയിരുന്നു. ആ ജ്വല്ലറി വീണ്ടും ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് ഹൈവേയിലേക്ക് മാറി. പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് മാറാനുള്ള സൗകര്യം സർവശക്തനായ അല്ലാഹു എനിക്ക് പ്രദാനം ചെയ്തു. അങ്ങനെ ഇവിടെ എന്നെ സഹായിച്ച, കച്ചവടം നിന്ന് സഹായിച്ച പലവിധ എല്ലാ സുഹൃത്തുക്കളും ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല. എന്നോട് സഹകരിക്കാത്ത, സ്നേഹം തരാത്ത കക്ഷികൾ ആരുമില്ല. ഡിപ്പാർട്ട്മെന്റിലായാലും പോലീസിലായാലും പഞ്ചായത്തിലായാലും വില്ലേജിലായാലും എല്ലായിടത്തും നമുക്ക് എല്ലാ സഹായവും കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിലനിന്ന് പോന്നിട്ടുള്ളത്. മക്കളായ അൻവർ ഷാ, അദീൻ ഷാ, ഹാഷിം, സിനിമാ താരം മിയ ജോർജ് എന്നിവർ പങ്കെടുത്തു. മുഗൾ ജ്വല്ലേഴ്സിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മൾ ഓൾറെഡി 38 വർഷമായിട്ട് അല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജ്വല്ലറി തന്നെയാണ്. ഇപ്പോൾ റെനോവേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ കളക്ഷൻസ് ഒക്കെ ആയിട്ട് റെനോവേറ്റ് ചെയ്ത് കൂടുതൽ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പുതിയൊരു സ്റ്റോറായി മാറിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, എപ്പോഴും ഒരു നാട് എന്താ പറയുന്നത്, ഒരു കുറച്ചും കൂടെ ഒരു വലുതായി അല്ലെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ടു വരുന്നത് കൂടുതൽ സൗകര്യങ്ങളും സ്ഥാപനങ്ങളും എല്ലാം വരുമ്പോഴാണ് എപ്പോഴും ഒരു നാട് പുരോഗമിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാരുടെ സഹകരണം നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരെയും പുതിയ സ്റ്റോറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാ ഏതൊരു ആവശ്യത്തിനും, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനാണെങ്കിലും കല്യാണ ആവശ്യങ്ങൾക്കാണെങ്കിലും ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഓഫീസിലൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. വിശിഷ്ടാതിഥികളായി ആസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹ്, ഹൈദർ ഹാജി, ഷാജു ചെറിയത്ത്, പഞ്ചായത്ത് അംഗം ശ്രീദേവി മാധവൻ എന്നിവർ പങ്കെടുത്തു. ഗോൾഡ് ആൻഡ് ഡയമണ്ട് കളക്ഷൻ, മുഗൾ സ്പെഷ്യൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ, പ്ലാറ്റിനം കളക്ഷൻ, പ്രേഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങൾ എന്നിവയുടെ വൈവിധ്യമാർന്നതും പുതുമയുള്ളതുമായ ശേഖരം മുഗൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ലഭ്യമാണ്. ഏറ്റവും ചുരുങ്ങിയ പണിക്കൂലിയിൽ ആഭരണങ്ങൾ ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. ഉദ്ഘാടന വേളയിൽ ഷോറൂം സന്ദർശിച്ചവരിൽ നിന്ന് നറുക്കെടുത്ത് 5 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് മോതിരങ്ങൾ നൽകി. കഠിനാധ്വാനമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇന്നിവിടെ പങ്കിടുന്ന ഈ വേദി.
അസീസ് എൻ്റെ ഒപ്പം വളരെ ചെറുപ്പം മുതൽ അസീസിൻ്റെ ഉപ്പയായ അബ്ദുൾ റഹ്മാൻ കയും എൻ്റെ ഉപ്പയായ CP മുഹമ്മദും ഒക്കെ ഒരുമിച്ച് പല ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടുത്തെ മഹല്ല് കാര്യങ്ങൾക്കായാലും പൊതുജന കാര്യങ്ങൾക്കായാലും മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാളായിരുന്നു അസീസിൻ്റെ വാപ്പയും. വാടാനപ്പള്ളി തൃത്തല്ലൂർ കിഴക്ക് ചേലാട് പാറയ്ക്കൽ തച്ചപ്പുള്ളി പരേതനായ കൃഷ്ണൻകുട്ടി മകൻ അശോകൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ രാധാദേവി ടീച്ചർ. മക്കൾ പരേതയായ ലിജി ജയശങ്കർ, ലൈജു അശോകൻ, ലിനി ബിജു. മരുമക്കൾ ഡോക്ടർ ജയശങ്കർ, ഡോക്ടർ ബിജു, ഡോക്ടർ ജെസി. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് നടക്കും. തളിക്കുളം ഇടശ്ശേരിയിൽ താമസിച്ചിരുന്ന കുളങ്ങര ഫ്രാൻസിസ് മുംബൈയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഭാര്യ മേരി. മക്കൾ സണ്ണി, ജോയ്സി, സീന, മെഗി, ബെന്നി. സംസ്കാരകർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് വാടാനപ്പള്ളി ദേവാലയ സെമിത്തേരിയിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. KSSPU ചാടൂർ യൂണിറ്റ് അനുമോദന സദസ്സ് നടത്തി. അന്തിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചു. അന്തിക്കാട് ബ്ലോക്കിൽ രാത്രികാലങ്ങളിൽ മൃഗചികിത്സാ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്ന സംവിധാനം ആരംഭിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.